അങ്ങനെ ബിഗ് ബോസിലെ മറ്റൊരു മത്സരാർത്ഥി പുറത്തായിരിക്കുന്നു ആദില. സത്യം പറയട്ടെ, ഓയിൽ കാർഡ് എൻട്രികൾ വന്നതുകൊണ്ട് മാത്രം പിടിച്ചു നിന്ന ഒരു മത്സരാർത്ഥിയാണ് ആദിലയും നൂറയും. നമുക്ക് എല്ലാവർക്കും അറിയാം, മാക്സിമം ആളുകളും ഈ ആദില പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചവരാണ്. പ്രത്യേകിച്ചും അനുമോളും തമ്മിലുള്ള പല പ്രശ്നങ്ങൾക്ക് കാരണമുണ്ടായത് ആദിലയാണ്. മാത്രമല്ല, ആദിലയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അനുമോക്ക് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അനുമോളുടെ ഈ ഒരു സൗഹൃദം ആദിലയും നൂറയും നന്നായിട്ട് മുതലാക്കി. അതുകൊണ്ട് തന്നെയാണ് 94 ദിവസം നൂറയ്ക്കും ആദിലയ്ക്കും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയത്. അനുമോളെ എപ്പോഴൊക്കെ ഡൗൺ ആക്കാൻ പറ്റുന്ന ഒരു അവസരം കിട്ടുന്നുവോ അതൊക്കെ മാക്സിമം ആദില ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റുള്ളവരൊക്കെ അനുമോളെ കോർണർ ചെയ്ത് വായി വന്നതൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സുഹൃത്തെന്ന് പറയുന്ന ഇവർ രണ്ടുപേരും ഒരക്ഷരം കമാന്ന് വേണ്ടിയിട്ടില്ല. കാര്യം ഇവർക്ക് വ്യക്തമായി തന്നെ അറിയാം, അനുമോൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് പുറത്തുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കിയാലേ ഇവർക്ക് മുന്നോട്ട് പോവാൻ പറ്റൂ. അതുകൊണ്ട് എന്തായാലും ഇവരുടെ ഗെയിം സ്ട്രാറ്റജിയും പ്ലാനും ഒക്കെ വളരെ നന്നായിട്ട് വർക്കൗട്ടായി. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. അപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.